നമസ്കാരം. ഡിഫറൻഷിയേഷൻ്റെ 17ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ലോഗരിതമിക് ഡിഫറൻഷിയേഷനാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ലോഗരിതമിക് ഡിഫറൻഷിയേഷനുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള മറ്റൊരു ടൈപ്പ് പ്രോബ്ലംസാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇംപ്ലിസിറ്റ് ഫങ്ഷൻസ് എന്നും പറഞ്ഞ ഒരു സെക്ഷൻ നമ്മൾ പഠിച്ചിരുന്നു. അതായത് ഒരു എക്സും വൈ ഉൾപ്പെടുന്ന ഒരു ഇക്വേഷൻ ഫോമിൽ തന്നിട്ട് അവിടെ നിന്ന് dy/dx കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ്. അത് നമ്മൾ ചെയ്ത രീതിയിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇക്വേഷനാണ് തരുന്നത്. നമ്മൾ ആ ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മറ്റൊരു ഇക്വേഷൻ കിട്ടും. അതിൽ dy/dx ഉള്ളതും ഇല്ലാത്തതുമായ ടേംസ് ഉണ്ടാവും. dy/dx ഉള്ള ടേമിനെല്ലാം ലെഫ്റ്റിലേക്കും dy/dx ഇല്ലാത്ത ടേമിനെല്ലാം റൈറ്റിലേക്കും മാറ്റി അവിടെ നിന്ന് സോൾവ് ചെയ്ത് dy/dx കണ്ടുപിടിക്കുന്ന ഒരു രീതി. അതായിരുന്നു ഇംപ്ലിസിറ്റ് ഫങ്ഷൻസ്. അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷേ ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ ഉപയോഗിക്കേണ്ടി വരും എന്നുള്ളതാണ് വ്യത്യാസം. അപ്പോൾ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇഫ് എക്സ് റേസ്ഡ് ടു വൈ ഈസ് ഈക്വൽ ടു വൈ റേസ്ഡ് ടു എക്സ് ദെൻ പ്രൂവ് ദാറ്റ് dy/dx ഈക്വൽ ടു y സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ലോഗ് എക്സ് ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ലോഗ് വൈ എന്നാണ്. ലോഗ് എക്സ് അല്ല, 1 മൈനസ് ലോഗ് വൈ എന്ന് കറക്റ്റ് ചെയ്തോളാം. അപ്പോൾ എക്സ് റേസ്ഡ് ടു വൈ ഈസ് ഈക്വൽ ടു വൈ റേസ്ഡ് ടു എക്സ്. എന്തായാലും ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ ആണ് എന്നുള്ളത് ക്ലിയർ ആണ്, കാരണം പവറിൽ വേരിയബിൾ വന്നിരിക്കുന്നു. അപ്പോൾ ലോഗരിതമിക് ഡിഫറൻഷിയേഷനാണ്. അപ്പോൾ രണ്ട് സൈഡ് ലോഗ് എടുക്കുകയാണ്. ലോഗ് എക്സ് റേസ്ഡ് ടു വൈ ഈസ് ഈക്വൽ ടു ലോഗ് വൈ റേസ്ഡ് ടു എക്സ്. ഈ വൈ ഇങ്ങോട്ട് പോയി പ്രോഡക്റ്റ് ആയിട്ട് മാറും. വൈ ഇൻറ്റു ലോഗ് എക്സ് എന്നാവും. ഇവിടെ അതുപോലെ എക്സ് ഇൻറ്റു ലോഗ് വൈ, വൈ ലോഗ് എക്സ് ഈക്വൽ ടു എക്സ് ലോഗ് വൈ. ഇപ്പോൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും രണ്ട് ഫംഗ്ഷനുകളുടെ പ്രോഡക്റ്റായി മാറി. ഇനി നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ലോഗരിതം എടുത്തു കഴിഞ്ഞു. ലോഗരിതം എടുക്കുമ്പോൾ ഇതല്ലേ സംഭവിക്കുക. ദെൻ ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ലെഫ്റ്റ് സൈഡ് വൈ ഇൻറ്റു ലോഗ് എക്സ് പ്രോഡക്റ്റ് റൂൾ വേണം. വൈ ഫസ്റ്റ് ഫംഗ്ഷനും ലോഗ് എക്സ് സെക്കൻഡ് ഫംഗ്ഷനും. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഫസ്റ്റ് ഇൻറ്റു ദറ്റ് ഈസ് വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് ഇറ്റ് ഈസ് 1/x പ്ലസ് സെക്കൻഡ് ഇൻറ്റു ദറ്റ് ഈസ് ലോഗ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ് ദറ്റ് മീൻസ് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, അത് dy/dx ഈക്വൽ ടു റൈറ്റ് സൈഡ് അതുപോലെ തന്നെയാണ്. പ്രോഡക്റ്റ് റൂളാണ്. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് ദറ്റ് ഫസ്റ്റ് എക്സ് ഇൻറ്റു സെക്കൻഡിൻ്റെ ഡെറിവേറ്റീവ് ലോഗ് വൈയുടെ ഡെറിവേറ്റീവ്. ലോഗ് വൈയുടെ ഡെറിവേറ്റീവ്, ലോഗ് വൈ ഫംഗ്ഷൻ ഓഫ് വൈ ആണ്, ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അപ്പോൾ 1/y ഇൻറ്റു dy/dx പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, സെക്കൻഡ് ലോഗ് വൈ ഇൻറ്റു ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ് എക്സിൻ്റെ ഡെറിവേറ്റീവ് അത് 1. ഇത് y ഇൻറ്റു 1/x അപ്പോൾ y/x പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു dy/dx ഈക്വൽ ടു ഇവിടെ x/y ഇൻറ്റു dy/dx പ്ലസ് ലോഗ് വൈ ഇൻറ്റു 1, അത് ലോഗ് വൈ ആണ്. ഇപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടിയിരിക്കുന്നു. അതിൽ dy/dx ഉള്ളതും ഇല്ലാത്തതുമായ ടേംസ് ഉണ്ട്. dy/dx ഉള്ള ടേമുകളെ രണ്ടും ലെഫ്റ്റിലേക്ക് മാറ്റുക, dy/dx ഇല്ലാത്ത ടേമുകളെ റൈറ്റിലേക്ക് മാറ്റുക. അപ്പോൾ ഈ x/y ഇൻറ്റു dy/dx ലെഫ്റ്റിലേക്ക് പോകും, y/x റൈറ്റിലേക്ക് പോകും. അപ്പോൾ ലോഗ് എക്സ് ഇൻറ്റു dy/dx ദെൻ ഇത് ലെഫ്റ്റ് വരുമ്പോൾ മൈനസ് x/y ഇൻറ്റു അതിന് മുമ്പ് ഒരു കാര്യം നമുക്ക് ചെയ്യാം. ഈ കിട്ടിയിരിക്കുന്ന ഇക്വേഷനിൽ ഫ്രാക്ഷൻസ് ഉണ്ട് അല്ലേ? y/x, x/y തുടങ്ങിയ ഫ്രാക്ഷൻസ് ഉണ്ട്. ഫ്രാക്ഷൻസ് ഇട്ടുകൊണ്ട് ഉള്ള സിംപ്ലിഫിക്കേഷൻ അല്പം ബുദ്ധിമുട്ടാണ്. ആ ഫ്രാക്ഷൻ ഒഴിവാക്കാനായി, അതായത് ഇക്വേഷൻസിൽ നമ്മൾ ഫ്രാക്ഷൻ ഒഴിവാക്കാൻ എപ്പോഴും സ്വീകരിക്കുന്ന മാർഗമെന്ന് പറയുന്നത് ഡിനോമിനേറ്റേഴ്സിൻ്റെ LCM എടുക്കുക. ആ LCM കൊണ്ട് ഇക്വേഷൻ്റെ ലെഫ്റ്റും റൈറ്റും രണ്ട് സൈഡും മൾട്ടിപ്ലൈ ചെയ്യുക. ഒരു ഇക്വേഷൻ ആകുമ്പോൾ ലെഫ്റ്റും റൈറ്റും എല്ലാ ടേമുകളെയും ഒരേ ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അല്ലേ? അത് നമ്മൾ നേരത്തെ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ചെയ്യുന്നത് ഡിനോമിനേറ്റേഴ്സിൻ്റെ LCM. ഏതൊക്കെയാണ് ഡിനോമിനേറ്റേഴ്സ്? എക്സ് ഡിനോമിനേറ്റർ. ഈ DXനെ ഡിനോമിനേറ്ററായിട്ട് എടുക്കരുത്, കാരണം dy/dx എന്ന് പറയുന്ന ഒരു സിമ്പിളാണ് ഡെറിവേറ്റീവിന്, അല്ലാതെ dy/dx കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഡിനോമിനേറ്റർ അല്ല. പിന്നെ ഡിനോമിനേറ്റർ ഉള്ളത് y ആണ്. അത്രയേ ഉള്ളൂ. എക്സും വൈയുമാണ് ഡിനോമിനേറ്റേഴ്സ്. അപ്പോൾ അതിൻ്റെ LCM എന്ന് പറയുമ്പോൾ x ഇൻറ്റു വൈ ആണ്. ആ x ഇൻറ്റു വൈ കൊണ്ട് എല്ലാ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഫ്രാക്ഷൻ ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ x ഇൻറ്റു വൈ ആദ്യത്തെ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ താഴെ x ഉണ്ട്, മുകളിലത്തെ ഒരു എക്സുമായി ക്യാൻസലായി പോകുന്നു. xy ആണല്ലോ മൾട്ടിപ്ലൈ ചെയ്യുക, അതിൽ എക്സും ഈ എക്സുമായിട്ടും ക്യാൻസലായി പോകുന്നു. ദെൻ y ഇൻറ്റു വൈ സ്ക്വയർ എന്ന് വരും. ഈ xy രണ്ടാമത്തെ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ xy log x dy/dx എന്ന് വരും.
ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എക്സ് വൈ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വൈയും ക്യാൻസൽ ചെയ്തിട്ട് എക്സ് സ്ക്വയർ ഡി വൈ ബൈ ഡി എക്സ് എന്ന് വരും. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് വൈ ലോഗ് വൈ എന്നാവും. ഇനി ഡി വൈ ബൈ ഡി എക്സ് ഉള്ള ടൈമിനെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ എക്സ് വൈ ലോഗ് എക്സ് ഡി വൈ ബൈ ഡി എക്സ്, ഈ എക്സ് സ്ക്വയർ ഡി വൈ ബൈ ഡി എക്സിനെ ലെഫ്റ്റിൽ കൊണ്ടുവരിക. ഈ വൈ ഡി വൈ ബൈ ഡി എക്സ് ഇല്ലാത്ത ടൈമിലെല്ലാം റൈറ്റിലേക്ക് മാറ്റണം. അപ്പോൾ വൈ സ്ക്വയറിനെ റൈറ്റിലേക്ക് മാറ്റണം. അപ്പോൾ എന്താ ഇവിടെ വരിക? എക്സ് വൈ ലോഗ് എക്സ് ഡി വൈ ബൈ ഡി എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഡി വൈ ബൈ ഡി എക്സ് എന്ന് വരും. കണ്ടോ, എക്സ് വൈ ലോഗ് എക്സ് ഡി വൈ ബൈ ഡി എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഡി വൈ ബൈ ഡി എക്സ്. റൈറ്റ് സൈഡിലോ ഈ വൈ സ്ക്വയർ റൈറ്റിൽ പോവും. അപ്പോൾ എക്സ് വൈ ലോഗ് വൈ മൈനസ് വൈ സ്ക്വയർ എന്നാവും. ഇങ്ങനെ ആവും. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലെ രണ്ട് ടൈമിലും കോമൺ ഫാക്ടറായ ഡി വൈ ബൈ ഡി എക്സ് ഉണ്ട്, അത് പുറത്തെടുക്കുന്നു. ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഇൻറ്റു എക്സ് വൈ ലോഗ് എക്സ്, ഡി വൈ ബൈ ഡി എക്സ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ എക്സ് വൈ ലോഗ് എക്സ് മൈനസ് എക്സ് സ്ക്വയർ എന്നാവും. റൈറ്റ് സൈഡിൽ അതുപോലെ തന്നെ എഴുതി എക്സ് വൈ ലോഗ് വൈ മൈനസ് വൈ സ്ക്വയർ. ഇനി ഈ ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന എക്സ്പ്രഷൻ അത് ഇപ്പുറത്തോട്ടങ്ങ് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എക്സ് വൈ ലോഗ് വൈ മൈനസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് വൈ ലോഗ് എക്സ് മൈനസ് എക്സ് സ്ക്വയർ. ഇപ്പോൾ നോക്കുക, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കോമൺ ഫാക്ടർ ആയിട്ടുണ്ടോ നോക്കുക. ന്യൂമറേറ്ററിൽ വൈ ഉണ്ട്, വൈ പുറത്തെടുക്കുന്നു. ദെൻ വൈ ഇൻറ്റു വൈ പുറത്തെടുത്താൽ എക്സ് ലോഗ് വൈ മൈനസ് വൈ എന്നാവും. ഡിനോമിനേറ്ററിൽ എക്സ് ഉണ്ട്, അത് എക്സ് പുറത്തെടുക്കുന്നു. എക്സ് ഇൻറ്റു അപ്പോൾ പിന്നെ വൈ ലോഗ് എക്സ് മൈനസ് എക്സ് എന്നാവും. ഇവിടെ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് കിട്ടി. പക്ഷേ ഇതല്ല പ്രൂവ് ചെയ്യാൻ പറഞ്ഞ ആൻസർ. പ്രൂവ് ചെയ്യാൻ പറഞ്ഞ ആൻസർ വ്യത്യാസമുണ്ട്. ഈ ആൻസർ അല്ലായിരുന്നു. അപ്പോൾ ഇനി എന്ത് ചെയ്യും? അപ്പോൾ ഇനി ഇന്തോ സിംപ്ലിഫിക്കേഷൻ ആണ്. അതിന് വേണ്ടിയാണ് നമ്മൾ ഒന്ന് പുറകിലേക്കൊന്ന് പോവുക. പുറകിലേക്കൊന്ന് പോയാൽ നമ്മളിവിടെ ലോഗരിതം എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടിയിരുന്നു, വൈ ലോഗ് എക്സ് ഈക്വൽ ടു എക്സ് ലോഗ് വൈ എന്നൊരു ഇക്വേഷൻ. ആ ഇക്വേഷൻ്റെ മീനിങ് എന്താ? വൈ ലോഗ് എക്സും എക്സ് ലോഗ് വൈയും സെയിം ആണെന്നാ. അപ്പോൾ ഒരു സ്ഥലത്ത് വൈ ലോഗ് എക്സ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ വൈ ലോഗ് എക്സിന് പകരം എക്സ് ലോഗ് വൈ എഴുതുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, രണ്ട് ഈക്വൽ. തിരിച്ചും ആകാം, എക്സ് ലോഗ് വൈക്ക് പകരം വൈ ലോഗ് എക്സ് എഴുതുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല, രണ്ട് ഈക്വൽ ആയതുകൊണ്ട്. ഇപ്പോൾ വൈ ലോഗ് എക്സും എക്സ് ലോഗ് വൈയും ഈക്വലാണ്. അത് ഇവിടെ ഉപയോഗിക്കാൻ പോവുക. അത് ഉപയോഗിക്കുന്നത് ഇവിടെയാണ്. ഈ എക്സ് ലോഗ് വൈ നമ്മളിവിടെയാണ്, ഈ സ്റ്റെപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ സ്റ്റെപ്പിൽ എക്സ് ലോഗ് വൈക്ക് പകരം വൈ ലോഗ് എക്സ് എന്ന് കൊടുക്കും. അത് ഈക്വലായിട്ട് അങ്ങനെ കൊടുക്കാൻ പറ്റും. താഴെ വൈ ലോഗ് എക്സ് ഉണ്ട്, അതിന് പകരം എക്സ് ലോഗ് വൈ എന്ന് കൊടുക്കാൻ പറ്റും. ഇക്വേഷൻ 1ൽ നിന്ന് വൈ ലോഗ് എക്സും എക്സ് ലോഗ് വൈയും ഈക്വൽ ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മാറ്റം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സ്റ്റെപ്പാണ്. എക്സ് ലോഗ് വൈ മാറ്റി വൈ ലോഗ് എക്സ് എഴുതുന്നു. അപ്പോൾ വൈ ലോഗ് എക്സ് മൈനസ് വൈ. ഇവിടെ വൈ ലോഗ് എക്സിന് വരെ എക്സ് ലോഗ് വൈ എഴുതുന്നു. അപ്പോൾ എക്സ് ലോഗ് വൈ മൈനസ് എക്സ്. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും ന്യൂമറേറ്ററിൽ വൈ പുറത്തെടുക്കാം. ഈ വൈ ഇഞ്ഞ് പുറത്തെടുത്താൽ വൈ സ്ക്വയർ ആവും. വൈ പുറത്ത് വരുമ്പോൾ ലോഗ് എക്സ് മൈനസ് 1 എന്നാവും. ഇവിടെ അതുപോലെ എക്സ് പുറത്തെടുത്താൽ എക്സ് സ്ക്വയർ ആവും. പുറത്ത് വരുമ്പോൾ ലോഗ് വൈ മൈനസ് 1 എന്നാവും. ഇപ്പോഴും ആൻസർ ആയിട്ടില്ല, പക്ഷേ ആൻസറിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു. കാരണം ആൻസറിലേക്ക് നോക്കിയാൽ ഇത് തിരിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു മൈനസ് പുറത്തെടുക്കുന്നു. മൈനസ് പുറത്തെടുത്താൽ ഇവിടെ മൈനസ് ലോഗ് എക്സ്, ഇവിടെ +1. ദാറ്റ് മീൻസ് തിരിഞ്ഞു വരും 1 മൈനസ് ലോഗ് എക്സ്. താഴെ അതുപോലെ ഒരു മൈനസ് പുറത്തെടുക്കുന്നു, എക്സ് സ്ക്വയർ ഇൻറ്റു മൈനസ് ഓഫ്, അവിടെ തിരിഞ്ഞു വരും 1 മൈനസ് ലോഗ് വൈ. മൈനസ് ബൈ മൈനസ് പ്ലസ് ആവും. അപ്പോൾ വൈ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ലോഗ് എക്സ് ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു 1 മൈനസ് ലോഗ് വൈ എന്ന് ആൻസർ കിട്ടും. ഇതാണ് നമ്മുടെ സംഭവം. എളുപ്പമാണ്, വേറെ ഒന്നുമില്ല. ലോഗരിതം എടുത്ത് ഡിഫറൻഷിയേറ്റ് ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഒറ്റ സ്റ്റെപ്പ് നോട്ട് ചെയ്യണം. ഈ ആൻസർ കിട്ടിക്കഴിയുമ്പോൾ ആ ചേഞ്ച്, ആ എക്സ് ലോഗ് വൈ മാറ്റി വൈ ലോഗ് എക്സ് കൊടുക്കുന്നതും അടുത്ത വൈ ലോഗ് എക്സ് മാറ്റി എക്സ് ലോഗ് വൈ കൊടുക്കുന്നതുമായ സ്റ്റെപ്പാണ് നമ്മൾ ഓർത്ത് ഇരിക്കേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. sin x the whole raised to y is equal to sin y the whole raised to x. Find dy by dx. ഇതുപോലെ തന്നെയാണ്. sin x the whole raised to y is equal to sin y the whole raised to x. ലോഗ് എടുക്കുക. ലോഗ് sin x the whole raised to y is equal to ലോഗ് sin y the whole raised to x. ഈ y ഇഞ്ഞ് മൾട്ടിപ്ലൈ മാറും. y ലോഗ് sin x is equal to ഇതും ഇഞ്ഞ് മൾട്ടിപ്ലൈ മാറും. x ലോഗ് sin y. ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് പ്രോഡക്റ്റ് ആണ്. y ഇൻറ്റു ലോഗ് സൈൻ എക്സ് രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് ആണ്. y ഫസ്റ്റ് ഫംഗ്ഷനും ലോഗ് സൈൻ എക്സ് സെക്കൻഡ് ഫംഗ്ഷനും. അപ്പോൾ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ്. ഫസ്റ്റ് ഇൻറ്റു ദാറ്റ് ഇസ് y ഇൻറ്റു സെക്കൻഡിൻ്റെ ഡെറിവേറ്റീവ്. സെക്കൻഡ് ലോഗ് സൈൻ എക്സ് ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ്. ചെയിൻ റൂളാണ്, നമ്മൾ ഒരുപാട് ഉപയോഗിച്ചതാണ്, അറിയാമല്ലോ. നമ്മൾ സൈൻ എക്സിനെ യു എടുത്താൽ ലോഗ് യു ഫോം ആവും. അപ്പോൾ 1/u, ദാറ്റ് മീൻസ് 1 ബൈ സൈൻ എക്സ് ഇൻറ്റു ഇനി ആ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് അത് കോസ് എക്സ്
പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് സെക്കൻഡ് ലോഗ് സൈൻ എക്സ് ഇൻറ്റു ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ് അത് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു റൈറ്റ് സൈഡ് അതുപോലെ പ്രൊഡക്റ്റ് ഉള്ള എക്സ് ഫസ്റ്റ് ഫംഗ്ഷനും ലോഗ് സൈൻ വൈ സെക്കൻഡ് ഫംഗ്ഷനും ദറ്റ് ഈസ് ഫസ്റ്റ് ഇൻറ്റു ദറ്റ് ഈസ് എക്സ് ഇൻറ്റു സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ലോഗ് സൈൻ വൈയുടെ ഡെറിവേറ്റീവ് അത് വൺ ചെയിൻ റൂൾ ഉപയോഗിക്കുമ്പോൾ സൈൻ വൈ എന്നെടുത്താൽ ലോഗ് യു ഫോം ആണ്. അപ്പോൾ 1 ബൈ സൈൻ വൈ ഇൻറ്റു സൈൻ വൈയുടെ ഡെറിവേറ്റീവ് കോസ് വൈ. തീർന്നില്ല, ഇവിടെ ലോഗ് സൈൻ വൈ എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് വൈ ആണ്. ഡിഫറൻഷിയേഷൻ എടുത്തത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അപ്പോൾ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്ന് കൂടി വരും അല്ലേ. പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് ദാറ്റ് ഇസ് ലോഗ് സൈൻ വൈ ഇൻറ്റു ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. ഇവിടെ നമുക്ക് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. cos x by sin x അപ്പോൾ y ഇൻറ്റു cos x by sin x പ്ലസ് log sin x dy by dx ഈക്വൽ ടു ഇവിടെ x ഇൻറ്റു ഇവിടെ cos y by sin y dy by dx പ്ലസ് log sin y. cos x by sin x നെ cot x എന്ന് എഴുതാം, cos y by sin y cot y എന്ന് എഴുതാം. അപ്പോൾ y cot x പ്ലസ് log sin x dy by dx ഈക്വൽ ടു x cot y dy by dx പ്ലസ് log sin y എന്നാവും. ഇനി ചെയ്യുന്നത് നേരത്തെ ചെയ്ത കാര്യം തന്നെയാണ്. ഡി വൈ ബൈ ഡി എക്സ് ഉള്ള ടേമുകളെല്ലാം ലെഫ്റ്റിലേക്കും ഡി വൈ ബൈ ഡി എക്സ് ഇല്ലാത്ത ടേമുകളെല്ലാം റൈറ്റിലേക്കും. അപ്പോൾ ഈ വൈ കോട്ടെക്സ് ഡി വൈ ബൈ ഡി എക്സ് ഇല്ലാത്ത ടേമാണ്, അത് റൈറ്റിൽ പോകണം. ഈ എക്സ് കോട്ട് വൈ ഡി വൈ ബൈ ഡി എക്സ് ആ ടൈമിൽ ഡി വൈ ബൈ ഡി എക്സ് ഉള്ള ടൈമാണ്, അത് ലെഫ്റ്റിൽ വരണം. അപ്പോൾ ലെഫ്റ്റിൽ എന്തൊക്കെ വരും? ലോഗ് സൈൻ എക്സ് ഡി വൈ ബൈ ഡി എക്സ്. ഈ എക്സ് കോട്ട് വൈ ഡി വൈ ബൈ ഡി എക്സ് ലെഫ്റ്റ് വരുന്നു. അപ്പോൾ മൈനസ് എക്സ് കോട്ട് വൈ ഡി വൈ ബൈ ഡി എക്സ് ആണ്. ലെഫ്റ്റ് സൈഡിൽ അങ്ങനെ ലോഗ് സൈൻ എക്സ് ഡി വൈ ബൈ ഡി എക്സ് മൈനസ് എക്സ് കോട്ട് വൈ ഡി വൈ ബൈ ഡി എക്സ്. റൈറ്റ് സൈഡിലോ ലോഗ് സൈൻ വൈ റൈറ്റ് സൈഡിൽ ഓൾറെഡി ഉണ്ട്. ഈ വൈ കോട്ടെക്സ് കൂടി അപ്പുറം പോകുന്നു. അപ്പോൾ ലോഗ് സൈൻ വൈ മൈനസ് വൈ കോട്ടെക്സ് ഉണ്ട്. ലോഗ് സൈൻ വൈ മൈനസ് വൈ കോട്ടെക്സ്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഡി വൈ ബൈ ഡി എക്സ് കോമൺ എടുക്കാം. ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ലോഗ് സൈൻ എക്സ് മൈനസ് എക്സ് കോട്ട് വൈ ഈക്വൽ ടു റൈറ്റ് സൈഡ് ലോഗ് സൈൻ വൈ മൈനസ് വൈ കോട്ടെക്സ്. നൗ ഇതിനെ അങ്ങോട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ലോഗ് സൈൻ വൈ മൈനസ് വൈ കോട്ടെക്സ് ബൈ ലോഗ് സൈൻ എക്സ് മൈനസ് എക്സ് കോട്ട് വൈ എന്ന് കിട്ടുന്നു. ഇതേപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തനിയെ ചെയ്യാം. സൈൻ എക്സ് ദ ഹോൾ റൈസ് ടു കോസ് വൈ ഈക്വൽ ടു കോസ് വൈ ദ ഹോൾ റൈസ് ടു സൈൻ എക്സ് ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ്. ഇപ്പോൾ ഇവിടെയൊക്കെ ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ ആണ്, കാരണം പവറിൽ വേരിയബിളോ അല്ലെങ്കിൽ ഫംഗ്ഷനോ വരുന്നു എന്നുള്ളത് കൊണ്ട്. പക്ഷേ ലോഗരിതമിക് ഡിഫറൻഷിയേഷനകത്ത് ഇംപ്ലിസിറ്റ് ഫോം കൂടി ഉൾപ്പെട്ട് വരുന്ന പ്രോബ്ലംസ് ആണെന്നുള്ളതേ ഉള്ളൂ. ഇത് തനിയെ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ അതൊരു സ്പെഷ്യൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ഇ റൈസ്ഡ് ടു എക്സ് മൈനസ് വൈ equal to x raised to y, prove that dy by dx is equal to log x by log x the whole square. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ എക്സ് റൈസ് ടു വൈ കിടക്കുന്നത് കൊണ്ട് പവറിൽ വേരിയബിൾ വന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ ഉപയോഗിക്കേണ്ടി വരും. ലെഫ്റ്റ് സൈഡിൽ ഇ റൈസ് ടു എക്സ് മൈനസ് വൈക്ക് ശരിക്കും ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് റൈസ് ടു എക്സ് അത് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ലെഫ്റ്റ് മാത്രം പോരല്ലോ, റൈറ്റും കിടക്കുകയല്ലേ, റൈറ്റിൽ എക്സ് റൈസ് ടു വൈ ഫോം കിടക്കുകയല്ലേ. അപ്പോൾ നമുക്ക് ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ തന്നെ മാർഗ്ഗമുള്ളൂ. അപ്പോൾ അങ്ങനെ തന്നെ വെച്ച് തുടങ്ങാം. ഇക്വേഷൻ ഇ റൈസ് ടു എക്സ് മൈനസ് വൈ ഈക്വൽ ടു എക്സ് റൈസ് ടു വൈ ലോഗ് എടുത്തു. അപ്പോൾ ലോഗ് ഇ റൈസ് ടു എക്സ് മൈനസ് വൈ ഈക്വൽ ടു ലോഗ് എക്സ് റൈസ് ടു വൈ. ഈ എക്സ് മൈനസ് വൈ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ആയിട്ട് മാറും. എക്സ് മൈനസ് വൈ ഇൻറ്റു ലോഗ് ഇ ഈസ് ഈക്വൽ ടു ഇത് വൈ ഇങ്ങോട്ട് വരും വൈ ലോഗ് എക്സ്. ലോഗ് ഇ 1 ആണ് നമ്മൾ നേരത്തെ പഠിച്ചത്. അപ്പോൾ എക്സ് മൈനസ് വൈ ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു വൈ ലോഗ് എക്സ് എന്ന് കിട്ടി. അപ്പോൾ എക്സ് മൈനസ് വൈ ഇൻറ്റു 1 എക്സ് മൈനസ് വൈ ആണ്. അപ്പോൾ എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു വൈ ലോഗ് എക്സ് എന്ന് കിട്ടി. ഈ മൈനസ് വൈ ഇപ്പുറത്തേക്ക് മാറ്റുന്നു. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് വൈ റൈറ്റ് സൈഡിൽ പോകുമ്പോൾ പ്ലസ് വൈ. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു വൈ ലോഗ് എക്സ്. ഈ സ്റ്റെപ്പ് വരെ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ലോഗരിതം എടുത്ത് കിട്ടിയ സ്റ്റെപ്പാണ് എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു വൈ ലോഗ് ഈ എക്സ്. സാധാരണഗതിയിൽ നമ്മൾ ഇത്തരം പ്രോബ്ലങ്ങളിൽ ഇംപ്ലിസിറ്റ് ഫോം ആയപ്പോൾ നമ്മൾ ചെയ്യുന്നത് അവിടെ വെച്ച് അങ്ങ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഡി വൈ ബൈ ഡി എക്സ് കാണും. അതാണ് ഇതുവരെയും ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. നമുക്ക് ഇവിടെ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാതെ തുടർന്നും സിംപ്ലിഫൈ ചെയ്യാം. തുടർന്നും സിംപ്ലിഫൈ ചെയ്താൽ ഇവിടെ നിന്ന് നമുക്ക് വൈ കണ്ടുപിടിക്കാൻ പറ്റും. വൈ ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന രൂപത്തിലേക്ക് മാറ്റാൻ പറ്റും. അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നത് ആ വൈ ഉള്ള ടേമിനെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റാം. വൈ ഉള്ള ഒരു ടേം വൈ ലോഗ് എക്സ് ആണ്, പിന്നെ ഒരു ടേം മൈനസ് വൈ ആണ്. ആ മൈനസ് വൈ അങ്ങ് റൈറ്റിലേക്ക് മാറ്റുക. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു വൈ ലോഗ് എക്സ് പ്ലസ് വൈ. ഇപ്പോൾ വൈ കോമൺ എടുക്കാം. അപ്പോൾ എന്ത് കിട്ടുന്നു? എക്സ് ഇസ് ഈക്വൽ ടു വൈ കോമൺ എടുത്താൽ വൈ ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് 1. ഇപ്പോൾ ലോഗ് എക്സ് പ്ലസ് 1 ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എക്സ് ബൈ ലോഗ് എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു വൈ, അല്ലെങ്കിൽ വൈ ഈസ് ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ ലോഗ് എക്സ് പ്ലസ് 1 എന്ന് കിട്ടി. അതായത് വൈയെ നമുക്ക് ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആക്കി മാറ്റാൻ കഴിഞ്ഞു. ഇങ്ങനെ എഴുതുക. ഇങ്ങനെ എഴുതിയതിന് ശേഷം ഡിഫറൻഷിയേഷൻ നടത്തുക. ഇവിടെ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഈ സ്റ്റെപ്പാണ്
ഈ ലോഗ് എടുത്ത് എക്സ് മൈനസ് വൈ ഈക്വൽ ടു വൈ ലോഗ് എക്സ് എന്ന് എടുത്തിട്ട് അവിടെ വെച്ച് ഡിഫറൻഷിയേഷൻ നിങ്ങൾ നടത്തിയാൽ നിങ്ങൾക്ക് ഈ പ്രൂവ് ദാറ്റ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്ന ആൻസറിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റാതെ വരും. ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാനൊക്കെ പറ്റും, പക്ഷെ ആ ആൻസറിലേക്ക് കൊണ്ടെത്തിക്കാൻ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് അവിടെ വെച്ച് നമ്മളത് ചെയ്യാതെ പകരം ഒരു സിംപ്ലിഫിക്കേഷനിലേക്ക് പോയിട്ട് വൈ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. y ഈക്വൽ ടു ലോഗ് എക്സ് ബൈ ലോഗ് എക്സ് പ്ലസ് 1 എന്ന് വന്നു. ഇനി നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് എഴുതാൻ കോഷ്യന്റ് റൂളാണ്. ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു കോഷ്യന്റ് റൂൾ എന്താ? ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഡിനോമിനേറ്റർ ഇൻറ്റു ദറ്റ് ഈസ് ലോഗ് എക്സ് പ്ലസ് 1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ദറ്റ് ഈസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് അത് 1 ആണ്, മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ദറ്റ് ഈസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ലോഗ് എക്സ് പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് 0. 1/x പ്ലസ് 0 1/x. അപ്പോൾ ഇൻറ്റു 1/x. ഒന്നുകൂടെ പറയാം. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ ലോഗ് എക്സ് പ്ലസ് 1 ഇൻറ്റു ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ദറ്റ് ഈസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ദറ്റ് ഈസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് അത് ലോഗ് എക്സിൻ്റെ 1/xഉം 1ൻ്റെ 0യുമാണ്. 1/x പ്ലസ് 0 അത് 1/x by denominator square log x plus 1 the whole square. log x plus 1 into 1 അത് log x plus 1 തന്നെ. ഇവിടെ x ക്യാൻസൽ ചെയ്തിട്ട് മൈനസ് 1 എന്ന് വരും. പ്ലസ് 1 മൈനസ് 1 ക്യാൻസൽ ആയി പോകും. log x എന്ന് വരും. അപ്പോൾ log x by log x plus 1 the whole square എന്നായി. ഇവിടെയും നമ്മുടെ ആൻസർ എത്തിയില്ല. ആൻസറിലേക്ക് എത്തിക്കാൻ വീണ്ടും ഒരു കാര്യം കൂടി ചെയ്യുകയാണ്. നമ്മൾക്കറിയാം ലോഗ് ഈ 1 ആണ് എന്നറിയാം. അപ്പോൾ നമുക്ക് ഈ 1ന് പകരം log e എഴുതാം. അപ്പോൾ log x plus log e the whole square എന്നാവും. ന്യൂമറേറ്റർ ലോഗ് എക്സ് അതുപോലെ എഴുതി, താഴത്തെ 1ന് പകരം ലോഗ് ഇ എഴുതി. അപ്പോൾ ലോഗ് എക്സ് ബൈ ലോഗ് എക്സ് പ്ലസ് ലോഗ് ഇ ദ ഹോൾ സ്ക്വയർ. ലോഗ് എ പ്ലസ് ലോഗ് ബി ലോഗ് എ ഇൻറ്റു ബി ആണ്. ലോഗ് എ ഇൻറ്റു ബി ഈക്വൽ ടു ലോഗ് എ പ്ലസ് ലോഗ് ബി. പ്രോഡക്റ്റ് വന്നാൽ സമ്മാക്കാം. രണ്ട് പ്രോഡക്റ്റിൻ്റെ ലോഗരിതം വന്നാൽ ലോഗരിതങ്ങളുടെ സമ്മാക്കാം. തിരിച്ചും പറയാം, ലോഗരിതങ്ങളുടെ സമ്മിനെ പ്രോഡക്റ്റിൻ്റെ ലോഗരിതമാക്കാം. അപ്പോൾ ലോഗ് എ പ്ലസ് ലോഗ് ബി ലോഗ് എ ഇൻറ്റു ബി ആണ്. അപ്പോൾ ലോഗ് എക്സ് പ്ലസ് ലോഗ് ഇ ലോഗ് എക്സ് ഇൻറ്റു ഇ ആണ്. അപ്പോൾ ലോഗ് എക്സ് ബൈ ലോഗ് എക്സ് ഇ ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. നമ്മുടെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞ ആൻസറിലെത്തി. ചിലപ്പോൾ ഇവിടെ വെച്ച് നിർത്തുന്ന രീതിയിലും പ്രൂഫ് ചോദിക്കാം. ലോഗ് എക്സ് ബൈ ലോഗ് എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന രീതിയിലും പ്രൂഫ് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ അവിടെ വരെ എഴുതിയാൽ മതി, ബാക്കി എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് വേറെ ഒന്നും കൊണ്ടല്ല, ഒറ്റ കാര്യത്തിൽ മാത്രമേ സ്പെഷ്യൽ ടൈപ്പ് ആവുന്നുള്ളൂ. എന്താ, നമ്മൾ ലോഗരിതം എടുത്ത് എക്സ് മൈനസ് വൈ ഈക്വൽ ടു വൈ ലോഗ് എക്സ് കിട്ടിക്കഴിയുമ്പോൾ അവിടെ വെച്ച് നമ്മൾ ഡിഫറൻഷിയേഷൻ നടത്താതെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്ത് വൈ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ഡിഫറൻഷിയേഷൻ നടത്തുന്നു. ആ ഒരു സ്റ്റെപ്പ് നോട്ട് ചെയ്ത് വെച്ചാൽ ഈ പ്രോബ്ലം എളുപ്പത്തിൽ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, if x raised to y plus y raised to x is equal to a raised to b, find dy by dx where a and b are constants. ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. പവറിലെ വേരിയബിൾസ് ഉണ്ട് x raised to y plus y raised to x. പക്ഷെ ഇപ്പോൾ നമുക്ക് ലോഗരിതം എടുത്താൽ ശരിയാവില്ല. കാരണം ഇപ്പോൾ ലോഗരിതം എടുത്താൽ log of x raised to y plus y raised to x എന്നാ വരിക. log of a plus b എന്ന് പറയുന്ന ഫോമാണ്. log of a plus b സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. നമ്മൾ നേരത്തെ ഒരു പ്രോബ്ലത്തിൽ കണ്ടതാണ് അല്ലേ. സൈൻ എക്സ് ദ ഹോൾ റൈസ് ടു എക്സ് പ്ലസ് എക്സ് റൈസ് ടു സൈൻ എക്സ് എന്നൊക്കെ പറഞ്ഞ് വരുന്ന ഫോമിൽ നമ്മൾ കണ്ടതാണ്. അവിടെ സ്വീകരിച്ച അതേ മാർഗ്ഗമാണ് നമ്മൾ ഇവിടെയും സ്വീകരിക്കാൻ പോകുന്നത്. അവിടെ ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക്, രണ്ട് ഫംഗ്ഷൻ്റെ സമ്മ് വന്നപ്പോൾ ഒന്നിനെ യു എന്നും വി എന്നും വിളിച്ച് യു പ്ലസ് വി എന്ന് കൊടുത്തിട്ട് വൈ ഡിഫറൻഷിയേറ്റ് ചെയ്ത് അങ്ങനെയാണല്ലോ ചെയ്തത്. അതേ മാർഗ്ഗമാണ് ചെയ്യാൻ പോണത്. നമ്മൾ ആദ്യം ഈ എക്സ് റൈസ് ടു വൈയെ യു എന്നും വൈ റൈസ് ടു എക്സിനെ വി എന്ന് കൊടുക്കുന്നു. എ റൈസ് ടു ബി ഒന്നും കൊടുക്കേണ്ടതില്ല, കാരണം എയും ബിയും കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് എ റൈസ് ടു ബിയും കോൺസ്റ്റൻ്റ് ആണ്. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആയി പോയിക്കൊള്ളും. വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. അപ്പോൾ ഇതിനെ യു എന്നും ഇതിനെ വി എന്ന് കൊടുക്കുകയാണ്. ലെറ്റ് യു ഈക്വൽ ടു എക്സ് റൈസ് ടു വൈ എ വൈ ആൻഡ് വൈ വി ഈസ് ഈക്വൽ ടു വൈ റൈസ് ടു എക്സ്. അപ്പോൾ ഇത് യു പ്ലസ് വി ഈസ് ഈക്വൽ ടു എ റൈസ് ടു ബി എന്ന് മാറും. യുവും വിയും ഫംഗ്ഷൻസ് ആണ്. യു പ്ലസ് വി ഈസ് ഈക്വൽ ടു എ റൈസ് ടു ബി. ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ യുവിൻ്റെ ഡെറിവേറ്റീവ് ഡി യു ബൈ ഡി എക്സ് പ്ലസ് വിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡി വി ബൈ ഡി എക്സ്. റൈറ്റ് സൈഡ് എ റൈസ് ടു ബി ആണ്. അത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഡെറിവേറ്റീവ് 0. അല്ലാതെ എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1 പോലെ ഒന്നും എഴുതി വെച്ചുകളായിരുന്നു. ഡെറിവേറ്റീവ് 0. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഡി യു ബൈ ഡി എക്സ് പ്ലസ് ഡി വി ബൈ ഡി എക്സ് ഇസിക്കൽ ടു 0. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഈ യു ഇസിക്കൽ എക്സ് റൈസ് ടു വൈ എടുത്തിട്ട് നമ്മൾ ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ ഉപയോഗിച്ച് ഡി യു ബൈ ഡി എക്സ് കണ്ടുപിടിക്കും. ദെൻ
വി ഇസിക്കൽ ടു വൈ റേസ് ടു എക്സ് എടുത്തിട്ട് അവിടെയും ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ ഉപയോഗിക്കും. എന്നിട്ട് ഡി വി ബൈ ഡി എക്സ് കണ്ടുപിടിക്കും. എന്നിട്ട് ആ ഡി യു ബൈ ഡി എക്സും ഡി വി ബൈ ഡി എക്സും എടുത്ത് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് തുടങ്ങാം. യു ഈക്വൽ ടു എക്സ് റൈസ് ടു വൈ, അവിടെ ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ ഉപയോഗിക്കാം. യു ഈക്വൽ ടു എക്സ് റൈസ് ടു വൈ. അപ്പോൾ ലോഗ് എടുക്കുക. ലോഗ് യു ഈക്വൽ ടു ലോഗ് എക്സ് റൈസ് ടു വൈ. ഈ വൈ ഇഞ്ഞ് പോരും. അപ്പോൾ ലോഗ് യു ഈക്വൽ ടു വൈ ലോഗ് എക്സ്. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് എക്സ്. ലോഗ് യുവിൻ്റെ ഡെറിവേറ്റീവ് ലോഗ് യു ആണ്. ലോഗ് വൈ ആയിരുന്നെങ്കിൽ നമ്മൾ 1/y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്ന് എഴുതും. അപ്പോൾ ലോഗ് യു ആകുമ്പോൾ 1/u ഇൻറ്റു ടി യു ബൈ ടി എക്സ്. ഈക്വൽ ടു റൈറ്റ് സൈഡ് പ്രോഡക്റ്റ് റൂളാണ്. ഫസ്റ്റ് ഫംഗ്ഷൻ വൈയും സെക്കൻഡ് ഫംഗ്ഷൻ ലോഗ് എക്സുമാണ്. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ്. ഫസ്റ്റ് ഇൻറ്റു ദാറ്റ് ഇസ് വൈ ഇൻറ്റു സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് അത് 1/x പ്ലസ് സെക്കൻഡ് ഇൻറ്റു ദാറ്റ് ഇസ് ലോഗ് എക്സ് ഇൻറ്റു ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ് വൈയുടെ ഡെറിവേറ്റീവ് അത് ഡി വൈ ബൈ ഡി എക്സ്. That is 1/u into du by dx is equal ഇവിടെ y by x എന്നാവും. y by x plus log x into dy by dx എന്നാവും. du by dx കാണാൻ ഈ u ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. u into y by x plus log x into dy by dx. uവിന് പകരം വാല്യൂ കൊടുക്കുക. x raised to y ആണ്. അപ്പോൾ x raised to y into y by x plus log x into dy by dx. ഈ x raised to y അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ x raised to y into y by x plus x raised to y log x dy by dx. ഇവിടെ അല്പം സിംപ്ലിഫിക്കേഷൻ നടത്താം. x raised to m by x raised to n എന്ന് വന്നാൽ x raised to m minus n ആണ്. x raised to m by x raised to n. x raised to m minus n. അതായത് ഡിവൈഡ് ചെയ്യുന്നതിന് പവറുകൾ തമ്മിൽ മൈനസ് ചെയ്താൽ മതി. ഇവിടെ താഴെ x മീൻസ് x raised to 1 എന്നാണ്. അപ്പോൾ x raised to y by x raised to 1. അപ്പോൾ x raised to y minus 1 എന്ന് വരും. ഇൻറ്റു y പ്ലസ് ഈ ടൈം ഒരു മാറ്റമില്ല, അതേപോലെ എഴുതി x raised to y log x dy by dx. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് du by dx ആണ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ച് നോക്കുക. du by dx കണ്ടുപിടിച്ചപ്പോൾ അതിനകത്തൊരു dy by dx വരുന്നുണ്ട്. ഇതുപോലെ നമ്മൾ അടുത്ത v എടുക്കുക. v is equal to y raised to x. അവിടെയും നമ്മൾ ഇതുപോലെ ചെയ്ത് dv by dx കാണാം. അപ്പോൾ log v is equal to log y raised to x. That is log v is equal to x ഇഞ്ഞ് പോരും x log y. Differentiate with respect to x. Log v യുടെ ഡെറിവേറ്റീവ് 1/v into dv by dx equal to right side product rule. x first function log y second function. First into derivative of second plus second into derivative of first. First into that is x into derivative of second derivative of log y. It is 1/y into dy by dx plus second into derivative of first. Second log y into first into derivative x into derivative അത് 1. That is 1/v into dv by dx is equal. ഇവിടെ x into 1/v ആകുമ്പോൾ x by y എന്ന് വരും. x by y into dy by dx plus log y എന്ന് വരും. ഇങ്ങനെ വരും. Now dv by dx കണ്ടുപിടിക്കാൻ ഈ v എടുത്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. dv by dx is equal to v into എന്താ വരിക x by y into dy by dx plus log y. ആ വിക്ക് പകരം നമുക്ക് y raised to x എന്ന് കൊടുക്കാം. അപ്പോൾ y raised to x into x by y dy by dx plus log y. ഈ y raised to x മൾട്ടിപ്ലൈ ചെയ്യുന്നു. y raised to x into x by y dy by dx plus y raised to x into log y. നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ y raised to x by y. y means y raised to 1. അപ്പോൾ y raised to x by y raised to 1. It is y raised to x minus 1 into x dy by dx plus y raised to x log y. അപ്പോൾ അത്രയും നിൽക്കട്ടെ. ഒന്നുകൂടെ നമുക്ക് ചെയ്ത കാര്യം ഇപ്പോൾ ഡി വി ബൈ ഡി എക്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഒന്നുകൂടെ നമുക്ക് ചെയ്ത കാര്യങ്ങളൊന്ന് നോക്കാം. നമ്മളെന്താ ചെയ്തത്? നമ്മൾ ചെയ്തത് ആദ്യത്തെ ഫംഗ്ഷനെ യു എന്നും രണ്ടാമത്തെ ഫംഗ്ഷനെ വി എന്നും വിളിച്ചു. അപ്പോൾ യു പ്ലസ് വി ഈക്വൽ ടു എ റൈസ്ഡ് ടു ബി ആയി. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ ഡി യു ബൈ ഡി എക്സ് പ്ലസ് ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അതിന് നമ്മൾ ഇക്വേഷൻ 1 എന്ന് നോട്ട് ചെയ്ത് വെച്ചു. അതിനുശേഷം നമ്മൾ ചെയ്തത് ഈ യു ഈക്വൽ ടു എക്സ് റൈസ്ഡ് ടു വൈ എടുത്തിട്ട് അവിടെ ലോഗരിതം എടുത്തു, ഡിഫറൻഷിയേറ്റ് ചെയ്തു. ദാറ്റ് ഈസ് ലോഗരിതം ഡിഫറൻഷിയേഷൻ ഉപയോഗിച്ച് ഡി യു ബൈ ഡി എക്സ് കണ്ടുപിടിച്ചു. രണ്ടാമത് വി ഈക്വൽ ടു വൈ റൈസ്ഡ് ടു എക്സ് എടുത്തു. അവിടെയും ഇതുപോലെ ലോഗരിതം ഡിഫറൻഷിയേഷൻ ഉപയോഗിച്ച് ഡി വി ബൈ ഡി എക്സ് കണ്ടുപിടിച്ചു. ഇനി ചെയ്യേണ്ടത് ഈ ഇക്വേഷൻ 1 ഉണ്ടല്ലോ, ഡി യു ബൈ ഡി എക്സ് പ്ലസ് ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു 0. അതിലേക്ക് ഈ കണ്ടുപിടിച്ച ഡി യു ബൈ ഡി എക്സും ഡി വി ബൈ ഡി എക്സും എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ കണ്ടുപിടിച്ച രണ്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡി യു ബൈ ഡി എക്സ് പ്ലസ് ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു 0. ഈ എഴുതിയിരിക്കുന്ന ഡി യു ബൈ ഡി എക്സിൻ്റെ വാല്യൂ ആണ്. ഈ അടുത്ത തേർഡും ഫോർത്തും ടേംസ് ഡി വി ബൈ ഡി എക്സിൻ്റെ വാല്യൂ ആണ്. അത് രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ദാറ്റ് എക്സ്പ്രഷൻ ഈക്വൽ ടു 0 എന്ന് കിട്ടി. നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. അതിൽ ഡി വൈ ബൈ ഡി എക്സ് ഉള്ള രണ്ട് ടേമുകളുണ്ട്, രണ്ടാമത്തെയും മൂന്നാമത്തെ ടേം. ഡി വൈ ബൈ ഡി എക്സ് ഉള്ള ടേംസ് അത് രണ്ട് ലെഫ്റ്റ് സൈഡിൽ ഇട്ടിട്ട്
ഡി ബൈ ഡി എക്സ് ഇല്ലാത്ത രണ്ട് ടേമുകൾ ഫസ്റ്റും ഫോർത്തും ടേംസ് അതിനെ രണ്ടിനെ റൈറ്റിലേക്ക് മാറ്റുക. അപ്പോൾ സെക്കൻഡും തേർഡും ടേംസ് ലെഫ്റ്റ് സൈഡിൽ തന്നെ കിടക്കട്ടെ. അപ്പോൾ എക്സ് റൈസ് ടു വൈ ലോഗ് എക്സ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ റൈസ് ടു എക്സ് മൈനസ് 1 എക്സ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഇതങ്ങ് അപ്പുറം പോകും. അപ്പോൾ അത് അപ്പുറം പോകും, മൈനസ് ആവും. മൈനസ് എക്സ് റൈസ് ടു വൈ മൈനസ് 1 വൈ ഇതും അപ്പുറം പോകും, മൈനസ് വൈ റൈസ് ടു എക്സ് ലോഗ് വൈ. ഇപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് കോമൺ എടുക്കാം. ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു എക്സ് റൈസ് ടു വൈ ലോഗ് എക്സ് പ്ലസ് വൈ റൈസ് ടു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് എന്നാവും ഈക്വൽ ടു റൈറ്റ് സൈഡിൽ മൈനസ് കോമൺ എടുക്കാം. മൈനസ് ഓഫ് എക്സ് റൈസ് ടു വൈ മൈനസ് 1 വൈ പ്ലസ് വൈ റൈസ് ടു എക്സ് ലോഗ് വൈ എന്നാവും. ഇതങ്ങോട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ആവും. ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് എക്സ് റൈസ് ടു വൈ മൈനസ് 1 വൈ പ്ലസ് വൈ റൈസ് ടു എക്സ് ലോഗ് വൈ ബൈ എക്സ് റൈസ് ടു വൈ ലോഗ് എക്സ് പ്ലസ് വൈ റൈസ് ടു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് എന്നാവും. അങ്ങനെ ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിച്ചു. ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ് ഇത്. സൈൻ എക്സ് ദ ഹോൾ റൈസ് ടു വൈ പ്ലസ് സൈൻ വൈ ദ ഹോൾ റൈസ് ടു എക്സ് ഇസ് ഈക്വൽ ടു കെ വെയർ കെ ഇസ് എ കോൺസ്റ്റന്റ് ഫൈൻഡ് ഡി വൈ ബൈ ഡി എക്സ്. ഇതുപോലെ തന്നെയാണ് ഇതിനെ യു എന്നും വി എടുക്കുന്നു. യു പ്ലസ് വി ഈക്വൽ ടു കെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡി യു ബൈ ഡി എക്സ് പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 0 എന്നാവും. ദെൻ യു ഇസ് ഈക്വൽ ടു സൈൻ എക്സ് ദ ഹോൾ റൈസ് ടു വൈ ഉപയോഗിച്ച് ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ ഉപയോഗിച്ച് ഡി യു ബൈ ഡി എക്സ് കാണുക. അതുപോലെ വി ഈക്വൽ ടു സൈൻ വൈ ദ ഹോൾ റൈസ് ടു എക്സ് അവിടെയും ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ ഉപയോഗിച്ച് ഡി യു ബൈ ഡി എക്സ് കാണുക. ഈ വാല്യൂസ് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഈ ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ തീർന്നില്ല. നമുക്ക് ഇനിയും 1-2 മറ്റൊരു ടൈപ്പ് പ്രോബ്ലം കൂടി നമുക്ക് ചെയ്യാനുണ്ട് ലോഗരിതമിക് ഡിഫറൻഷിയേഷനിൽ. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ്. മിക്കവാറും ക്വസ്റ്റ്യനുകളിൽ ലോഗരിതമിക് ഡിഫറൻഷിയേഷനിൽ നിന്നുള്ള ഒരു ചോദ്യം ഉണ്ടാവും. അത് അത്ര പ്രാധാന്യമുള്ളതാണ്. ഇനി ഒരു ടൈപ്പ് പ്രോബ്ലം കൂടി നമുക്ക് ലോഗരിതമിക് ഡിഫറൻഷിയേഷനിൽ ചെയ്യാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.